പ്രൈസ് ദി ലോർഡ്. ഞാൻ 22 വർഷം മുന്നാണെന്ന് എനിക്ക് തോന്നുന്നു ബ്രദറിൻ്റെ ധ്യാനം ബോംബെയിൽ വെച്ച്. അവിടെ ബ്രദർ ആദ്യമായിട്ട് ബോംബെയിൽ വന്നിട്ട് ആദ്യമായിട്ട് ധ്യാനം നടത്തിയ ആ സമയത്ത് ആണ് ഞാൻ കൂടിയിട്ടുള്ളത്. പരിശുദ്ധാത്മ അഭിഷേക രൂപാന്തരീകരണ ധ്യാനം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പേരിലുള്ള ധ്യാനമാണ്. അന്നത്തെ ആ ധ്യാനത്തിൽ ഞങ്ങൾ 50 പേരാണ്, 50-55 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൊച്ചുമുറിയിലാണ് ഞങ്ങൾ ധ്യാനം ഉണ്ടായിരുന്നത്. എനിക്ക് സന്തോഷം കൊണ്ട് സങ്കടം വരുന്നു. അന്നത്തെ ആ അനുഭവം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വിങ്ങിപ്പൊട്ടുന്നൊരു ഹൃദയം. കാരണം അത്രമാത്രം ദൈവസ്നേഹം അനുഭവിച്ച ദിവസങ്ങളാണ്. ആ 5 ദിവസത്തെ ധ്യാനമാണെന്നാണ് എനിക്ക് ഓർമ്മ. 5 6 ആ ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടായിരുന്നത് വിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ദിവസങ്ങൾ. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ എനിക്ക് സാധാരണയായിട്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നും, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ദൈവത്തോട് സ്നേഹമുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത്രമാത്രം കുർബാനയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ ധ്യാനത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായിരുന്നത്. പരിശുദ്ധാത്മാവ്, ഞാൻ ചുരുക്കി പറയാണ്, പരിശുദ്ധാത്മാവ് വിശുദ്ധ കുർബാനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് ഈ ബലിപീഠത്തിൻ്റെ മുകളിൽ ആ പരിശുദ്ധാത്മാ അഭിഷേകം നടക്കുന്ന ഒരു ഇതുണ്ട്. ആവസിപ്പിക്കുന്ന വൈദികൻ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഇപ്പോൾ ബ്രദർ പറഞ്ഞിട്ടില്ല, നമുക്ക് എടുത്തിട്ടുമില്ല. ആ സമയത്ത് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ, വലിയൊരു പ്രാവിൻ്റെ രൂപമാണ് ഞാൻ കാണുന്നത് ആ സ്തുതിപ്പിൻ്റെ സമയത്ത്. അതിൻ്റെ പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് ബലിപീഠത്തിൽ ഇങ്ങനെ ഇരിക്കുകയും ആ ബലിപീഠത്തിലിരുന്ന ആ പ്രാവിൻ്റെ ചുണ്ടുകളിൽ തിരുവോസ്തി അതുപോലെ തന്നെ വലുപ്പത്തിലാണ് ഞാൻ കാണുന്നത്. ആ പ്രാവ് എത്രമാത്രം വലുതാണോ ആ വലുപ്പത്തിൽ തന്നെ തിരുവോസ്തി അതിൻ്റെ ചുണ്ടുകളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭയങ്കര അത്തിരി അഭിഷേകമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ദിവസം കുരിശ് രൂപത്തിൽ ഞങ്ങൾ, ബ്രദർ പറഞ്ഞു കുരിശ് രൂപത്തിൽ പിടിച്ച് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങൾ സ്തുതിപ്പ് നടത്തിയപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളും പീഡകളോടും നമ്മൾ ഒരു കണിക യേശുവിന് കിട്ടിയ അന്നത്തെ ആ കുരിശ് വഹിച്ച് ഗാഗുൽത്തമലയിലേക്ക് പോയപ്പോൾ ഉണ്ടായ ആ സഹനത്തിൻ്റെ ഒരു ചെറിയ കണിക നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ചെറിയ കണിക നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ വേണ്ടി, അതിനു വേണ്ടി കുരിശിൻ്റെ രൂപത്തിൽ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഞങ്ങളതുപോലെ ചെയ്തു. സ്തുതിപ്പിൻ്റെ സമയത്ത് തന്നെ കൈകൾ വിരിച്ചു പിടിച്ചാണ് പ്രാർത്ഥിച്ചത്. അന്നേരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യേശുവിന് കിട്ടിയ അതേ പീഡകൾ സഹനങ്ങൾ ഞാനും അനുഭവിക്കുകയായിരുന്നു. ആ സമയങ്ങളിൽ യേശുവിന് കിട്ടിയ അടി എൻ്റെ മേൽ വന്ന് പതിക്കുന്നതായിട്ട് എനിക്ക് കണ്ടി. മസിലുകളെല്ലാം വരിഞ്ഞു മുറുകി. അതുപോലെ എല്ലാം യേശുവിന് കിട്ടിയ അതേ ഇതെല്ലാം ഞാൻ എൻ്റെ ശരീരത്തിൽ നേരം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, സ്വർഗം കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയ അവസാന ദിവസങ്ങളിൽ സ്വർഗം തുറക്കുന്നതായിട്ടുള്ള ഇത് കാണാൻ സാധിച്ചു. മാലാഖമാർ സ്വർഗത്തിൽ നൃത്തം ചെയ്യുന്നതും, സ്വർഗത്തിൻ്റെ കവാടം, ആ കവാടത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, വലിയ ഇതാണ് കാണിച്ചു തരുന്നത്. അതെല്ലാം ഞാൻ കാണുകയായിരുന്നു. അതുപോലെ സ്വർഗത്തിലെ മാലാഖമാർ നൃത്തം വയ്ക്കുന്നതോടുകൂടെ ഇവിടെയും ഞാനും അതുപോലെ നൃത്തം ചെയ്യുന്നു. ഭയങ്കര ആഹ്ലാദത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അത്. ദൈവിക സ്നേഹം ഒത്തിരിയേറെ അനുഭവിക്കാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു. ഇപ്പോൾ ഇന്നലെ 3:30 തുടങ്ങി 4 മണി വരെ 4:30 വരെ ഉള്ള സമയത്തായിരുന്നു ഇവിടെ പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നേറ്റ് വെച്ചിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പോയിരുന്നത്. അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ചെന്ന് കുറച്ച് നേരം ഇരുന്നു. സൈലൻറ്റ് പ്രെയർ ആണല്ലോ, നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ എല്ലാം ഞാൻ അങ്ങനെ ചോദിച്ചു എല്ലാം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ
അപ്പോൾ നല്ലൊരു വർഷമായിട്ട് അങ്ങനെ ഞാൻ എന്നോട് ചെന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചെന്നിരിക്കുമ്പോൾ തന്നെ ആരാധനയ്ക്ക് മുന്നിൽ ചെന്നിരിക്കുമ്പോൾ കർത്താവ് അങ്ങനെ പറയാറുണ്ട്, നീ ഒന്നും പ്രാർത്ഥിക്കേണ്ട, മിണ്ടാതിരുന്നേച്ചാൽ മതി, നീ ഒന്നും പ്രാർത്ഥിക്കേണ്ട, മിണ്ടാതിരുന്നേച്ചാൽ മതി എന്നിങ്ങനെ എന്നോട് നേരത്തെ തുടങ്ങി ഞാൻ അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നിരുന്ന് ഇപ്പോൾ ബ്രദറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നണം ഈ നമുക്കെല്ലാവർക്കും കൂടിയുള്ള ഒരു സന്ദേശമാണ് അത് അന്ന് നേരത്തെ തുടങ്ങി എനിക്ക് കിട്ടിയിരുന്നതെന്നാണ്. ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് എനിക്ക് പുതിയതായിട്ടൊരു ഇത് തരുന്നത് ഇങ്ങനെയാണ്, പുതിയതായിട്ടൊരു മെസ്സേജ് പോലെ എനിക്ക് തന്നത് ഇങ്ങനെയാണ്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് സ്നേഹമാണ്, ജ്ഞാനമാണ്, എല്ലാം കർത്താവായ യേശുക്രിസ്തുവിലുണ്ട്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അപ്പം നമ്മൾ പിന്നെ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ കേണപേക്ഷിക്കുകയോ വിവേകത്തിന് വേണ്ടി മറ്റു വരത്തിന് വേണ്ടിയോ ഒന്നും കേണപേക്ഷിക്കേണ്ട കാര്യമില്ല. ജ്ഞാനം, സ്നേഹം എല്ലാം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ളപ്പോൾ പിന്നെ മറ്റൊന്നിനു വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞ മെസ്സേജ്. നിങ്ങളോട് ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞൊന്നും എനിക്കറിയില്ല. യേശു മാത്രമാണ് സ്നേഹം പൂർണ്ണമായിട്ടുള്ളത്, ബാക്കി ഒന്നും പൂർണ്ണമായി സ്നേഹമല്ല. അതുകൊണ്ട് സ്നേഹമാണ്, ജ്ഞാനമാണ്, എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ട്. ആ യേശുവിനെ മാത്രം ചെയ്യുക. അപ്പം ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് രാവിലെ ചോദിച്ചായിരുന്നു ബ്രദർ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ പറഞ്ഞില്ല. അവിടെ പുറകിലിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചേ. അപ്പം ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മദർ തെരേസേനെ പെട്ടെന്ന് കണ്ടായിരുന്നു, എനിക്ക് കാണാൻ സാധിച്ചു. അതുപോലെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മദർ തെരേസ തന്നെ ഒരു കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ദർശനം ഞാൻ കണ്ടു. എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കർത്താവിനോട്, എനിക്കറിയില്ല, ഞാൻ പിന്നീട് ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ നമ്മൾ സ്തുതിപ്പിൻ്റെ സമയത്ത് സ്തുതിപ്പ് കഴിഞ്ഞ ആ സമയത്താണ് വലിയൊരു പെട്ടി, നല്ല വെള്ള കളറിലുള്ള പെട്ടി എൻ്റെ മുന്നിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുമിങ്ങനെ ഗോൾഡൻ, സൈഡിലെല്ലാം ഗോൾഡൻ ലൈൻസ് ഇങ്ങനെ ഉണ്ട്. ആ പെട്ടിയുടെ മുകളിലൊരു റിങ് ഉണ്ട് തുറക്കാൻ പാകത്തിന്. പക്ഷെ തുറന്നിട്ടില്ല. എന്നോട് പറഞ്ഞു ഇത് ഇപ്പം തുറക്കില്ല, നാളെ ഉച്ച കഴിഞ്ഞതിന് ശേഷം തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുറന്ന് ഇതെല്ലാവർക്കും കൂടിയുള്ള ജ്ഞാനത്തിൻ്റെ സമ്പത്ത് അതിൽ വെച്ചിരിക്കുകയാണ്. നാളേക്ക് എല്ലാവർക്കും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.